ഹലോ. ഞാൻ എഡിറ്റ് ചെയ്യണത് ഇതിലാണെന്ന് കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്. എഡ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സാധാരണ ഒരു സോഫ്റ്റ്വെയറിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. ഇപ്പോൾ ഡാവിഞ്ചി, പ്രീമിയർ, അതുപോലെ ഒരുപാട് ലേറ്റസ്റ്റ് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്നത് എഡ്യൂസിലാണ്. എഡ്യൂസിൽ നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാം, നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് ഇടാം. ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട്, ഓൾറെഡി ഉണ്ട് ടെസ്റ്റ് എന്നിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലൊരു പ്രൊജക്റ്റ് നമ്മൾ കൊടുത്ത് അതിൻ്റെ പേരൊക്കെ ഇവിടെ കൊടുക്കുക. ഒരു ടെസ്റ്റ് എന്നിട്ടൊരു പേര് കൊടുക്കുക, അതിൻ്റെ പാത്ത് ഇവിടെ കൊടുക്കുക, എവിടേക്കാണ് കൊടുക്കണമെന്നുള്ളത് കൊടുക്കുക. നമ്മളെ ഫ്രെയിം റേറ്റ് ഇതിൽ കൊടുക്കുക. കസ്റ്റം ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റം ചെയ്യാം. കസ്റ്റം ചെയ്യണമെങ്കിൽ കസ്റ്റം കൊടുക്കാം. അവിടെ കണ്ട നമ്മളെ സൈസ് 4K ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണത്. 4K ചെയ്തിട്ടില്ല, 4K ഒക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റൊക്കെ കൊടുക്കാം. ട്രാക്കുകൾ എത്ര വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്തിട്ട് ഇങ്ങനെ ഇതിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. ഇതിപ്പോൾ നമ്മൾ ഇതിന് ബിന്ന്, ഇതിവിടെ എഫക്റ്റ്, ഇൻഫർമേഷൻ, ഇത് ട്രാക്കുകൾ. എഡിറ്റിംഗ് അറിയുന്നവർക്ക് ഏകദേശം അറിയാൻ പറ്റും. അത് പഠിപ്പിക്കാനല്ല, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ഇഷ്ടമുള്ളൊരു ഫയലുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഒരു ഫയൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കല്യാണത്തിൻ്റെ, ഞാനിപ്പോൾ കല്യാണ വർക്കാണ് കൂടുതൽ ചെയ്യാറ്. അപ്പോൾ നമുക്കിപ്പോൾ കല്യാണത്തിൻ്റെ വർക്കുകൾ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ബിന്നിൽ വരും. അതുപോലെ തന്നെ നമുക്കൊരു ബിന്നിൻ്റെ ഒരു ന്യൂ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അടുത്തൊരു ഫയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ പാട്ടുകൾ, നമുക്ക് മ്യൂസിക്കോ പാട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു മ്യൂസിക് എടുക്കുന്ന വെച്ചാൽ ഇതിലൊരു മ്യൂസിക് എടുത്ത് മ്യൂസിക് ട്രാക്കിലേക്ക് വലിച്ചിട്ട്, ഞാൻ എഡിറ്റിങ്ങിൻ്റെ ഒരു ടൈമിംഗ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ നമ്മൊരു മ്യൂസിക് ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഇതിന് മ്യൂസിക് അപ്പം നമ്മൾ ട്രാക്ക് ചെയ്യുന്നപ്പോൾ ഒരു കുറച്ചുകൂടെ ഫയൽ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫയൽ ആഡ് ചെയ്യാണ്. ഞാൻ ഏകദേശം ഇതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ബീറ്റ് പിടിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. ഞാൻ ഇപ്പോൾ ഫസ്റ്റത്തെ മ്യൂസിക്കിൽ ഈ സംഭവം ഇട്ടു. ഞാൻ 30 സ്പീഡ് കൊടുക്കാറ്. അങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ നമുക്ക് ഫെയ്ഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ വീട്ടിലൊക്കെ ഞാൻ ചെയ്യാറ് സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്യാറ്. അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിലൊക്കെ പല സംഭവങ്ങളും വന്നിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് ഒരു ഡോട്ട് കൊടുത്ത് ഇത് ഞാൻ സേവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് കളഞ്ഞത് ടൈറ്റ് ചെയ്ത് 0 ലെവലിലാക്കും. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയയിൽ അങ്ങനെ വരും.
അടുത്ത പിക്ചർ ഇട്ട് കൊടുക്കും. അടുത്ത പിക്ചർ ഇട്ട് കൊടുക്കും. നമ്മളൊന്ന് സ്പീഡാക്കി കൊടുക്കും. ഇങ്ങനെ വരുന്ന സൗണ്ടുകളിൽ ഇങ്ങനെ ബീറ്റ് പിടിച്ചിട്ടാണ് പോവാറ്. ബീറ്റ് പിടിച്ച് പോകും. ചില പാർട്ടിക്ക് ഇഷ്ടാവും, ചില പാർട്ടിക്ക് പറയാൻ പറ്റില്ല, അവർക്ക് ഇങ്ങനെ സ്പീഡിൽ പോണ കാരണം. ഇതിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ട് കൊടുക്കും. അത് ഇവിടെ വെച്ചിട്ട് ടൈം ലൈനിൽ എഡിറ്റിങ് അറിയുന്നവർക്ക് അറിയുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് വെളിപ്പെടുത്താൻ കിട്ടില്ല. ഞാനിങ്ങനെ വേഗം പറഞ്ഞു പോണായിരുന്നേ. ഇതെൻ്റേതായിട്ടുള്ള ഒരു ഐഡിയ ചെയ്യാനാണ്. ഇതിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും, എനിക്കറിയില്ല അതിനെപ്പറ്റി. അങ്ങനെയാണ് ഞാൻ പോവാറ്. അതാണ് എൻ്റെ എഡിറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്.